Good evening. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങൾ? ഇന്ന് പതിവ് പോലെ വീക്കെൻഡ് എത്തി. ഇന്ന് സാറ്റർഡേ വൈകുന്നേരമാണ്. കിച്ചണിലേക്ക് വരാണ് കേട്ടോ. ഭയങ്കര ചൂടാണ്, അതുകൊണ്ടാണ് മൊത്തം വേർത്തൊക്കെ ഇരിക്കുന്നത്. ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക. നിങ്ങളുടെ അവിടെയൊക്കെ ഭയങ്കര ചൂടായിരിക്കും എന്ന് വിചാരിക്കുന്നു. വൈകുന്നേരം ആകുമ്പോഴേക്കും ഭയങ്കരമായിട്ട് അങ്ങ് എക്സോസ്റ്റഡ് ആവുക. ചൂട് ഒരു രക്ഷയില്ല. അമ്മ ഫാനൊക്കെ ഇട്ടു. ഇവിടെ അമ്മ ചൂട് രക്ഷയില്ല. അപ്പൊ അതെന്തെങ്കിലും ആവട്ടെ, പോട്ടെ. അത് നമ്മുടെ ക്ലൈമറ്റിന്റെ ഭാഗമാണ്. നമ്മള് അത് ബെയർ ചെയ്യാതെ നിവൃത്തിയില്ല. ഇനി മഴക്കാലല്ലേ വരാൻ പോകുന്നത്, അപ്പൊ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അപ്പൊ ഇന്ന് ഒരു റാൻഡം വ്ളോഗാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. വീക്കെൻഡ് ആകുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കും വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും വ്ളോഗ് തന്നെയാണ്. വ്ളോഗ്സ് ഇഷ്ടമല്ല എല്ലാവർക്കും പിന്നെ ഞങ്ങൾ വ്ളോഗ് ചെയ്യണ്ടേ. അപ്പോൾ എന്നൊരു റാൻഡം വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ കുറച്ച് കാഴ്ചകളും നാളെ സൺഡേയിലത്തെ കുറച്ച് കാഴ്ചകളും ചേർന്നിട്ട് സൺഡേ ആകുമ്പോഴത്തേനും ലൈവ് ഉണ്ട്. അപ്പൊ ലൈവില് കുറച്ച് പിന്നാമ്പുറ കാഴ്ചകളൊക്കെ ചേർത്തിട്ടുള്ള ഒരു റാൻഡം വ്ളോഗാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതില് ഇന്നത്തെ കാഴ്ചകൾക്കായിട്ട് ദേ ഇവനാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഇവൻ എന്താണെന്ന് പറയാതെ തന്നെ മനസ്സിലായിട്ടുണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ഇടും കേട്ടോ. ഭയങ്കര നൊസ്റ്റാൾജി തരുന്ന ഒരു സംഭവമാണ്. വേറെ ആരുമല്ല, നമ്മുടെ ആഞ്ഞിലിക്കുരു. അപ്പൊ ആഞ്ഞിലിക്കുരു നമ്മള് ഇന്നിവിടെ അമ്മ വറുക്കാൻ പോവാണ്. അമ്മയുടെ ഭയങ്കര നൊസ്റ്റാൾജിയാന്നാ പറയണേ ആഞ്ഞിലിക്കുരു. നമുക്ക് വറുത്ത് നോക്കാം. അതെ, എന്റെ വീട്ടിൽ വെച്ച് ചെറുപ്പത്തിലെ എലിമാമയൊക്കെ വറുത്ത് തന്ന് കഴിച്ചേക്കണത്. അപ്പൊ ഞാൻ ആദ്യമായിട്ടാ വറക്കാൻ പോണത്. എങ്ങനെയാണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സക്സസ്ഫുൾ ആവൂന്നുള്ള വിചാരത്തിലാണ് വറക്കാൻ പോണത്. അപ്പൊ നമുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് വേഗം തന്നെ ആഞ്ഞിലിക്കുരു വറക്കാം. ബാക്കി കാഴ്ചകൾ കാണാം. നമ്മുടെ ആഞ്ഞിലിക്കുരു കഴുകി വെള്ളം മാർന്ന് വെയിലത്തിട്ട് ഉണക്കിയതാട്ടോ. അപ്പൊ കുറച്ചൊക്കെ കേടുകൾ ഉണ്ടെന്ന് തോന്നുന്നു. ഏതായാലും നമുക്ക് വറുത്തെടുക്കാം. എന്നിട്ട് നമുക്ക് പിറക്കി തിരിയാട്ടാ. ചീനിച്ചട്ടി ചൂടായി. ചീനിച്ചട്ടിയിലേക്ക് ഉള്ള ആകപ്പാടെ ഒന്ന് പരീക്ഷണം ചെയ്യണോണ്ട് കുറച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാമെന്ന് കരുതി. എന്നിട്ട് വേണമെങ്കിൽ ശരിയാവുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ വേണ്ട ആഞ്ഞിലിക്കുരു അല്ല ആഞ്ഞിലിച്ചക്ക പഴുത്ത മുകളിലെ ആഞ്ഞിലിയൊക്കെ വീഴേണ്ട കുരു പിറക്കി നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം അല്ലേ. എത്ര പേർക്ക് നൊസ്റ്റാൾജിയ വന്നേന്ന് ഒത്തിരി പേർക്ക് വന്നിട്ടുണ്ടാവും. ബാല്യം ശരിക്കും എല്ലാവരും പിന്നിലേക്ക് ചിന്തിക്കുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരുടെ അമ്മച്ചിമാരും വല്യമ്മച്ചിമാരും ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവും. ആഞ്ഞിലിക്കുരു അത്ര ക്രിസ്പി അല്ലാന്ന് തോന്നുന്നല്ലേ. ക്രിസ്പി ആവൂത് മര്യാദ വറുത്താണോ? ആ, പക്ഷെ ഇത് നമുക്ക് ഞാൻ പറഞ്ഞില്ല അറിയില്ല. നമുക്ക് എങ്ങനെയാന്ന് നോക്കാം അല്ലേ. അതെ, വറവലൊക്കെ ഏകദേശം ഒക്കെ ആയി വരുന്നുണ്ട്. വറക്കണേന്ന് കഴിച്ചാൽ ഭയങ്കര കഴിപ്പായിരിക്കും. എനിക്ക് കുറച്ചു മുമ്പ് അങ്ങനെ ആദ്യമായിട്ടല്ലേ ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ ഉണ്ടാക്കി തന്നെ കഴിച്ചിട്ടുള്ളൂ. ഞാനിത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയാണെന്ന് അറിയാമെന്നേ ഉള്ളൂ. അത്രയ്ക്ക് വലിയ ഐഡിയ ഇല്ല. പണ്ടത്തെ ഓർമ്മ. ഏതാണ്ടൊക്കെ ആയിട്ടുണ്ടെന്ന് എനിക്കൊരു തോന്നൽ. അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഈ ചട്ടിയിലിട്ട് ഒന്നിൻ്റെ ഇളക്കി വെച്ച് നമുക്ക് പണ്ടത്തെ കാലത്ത് എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ മുറത്തിലേക്ക് സാധാരണ പണ്ടത്തെ മുറയില്ലേ അളി ഇങ്ങനെ വെച്ചുള്ള ഈ ഈറ്റ വെച്ചുള്ള ആ മുറത്തിലേക്ക് ഇട്ടേക്ക് കൈകൊണ്ട് അവരിങ്ങനെ കൈകൊണ്ട് തന്നെ ചൂടോട് കൂടി ഞരടുക പതിവ്. ഇപ്പൊ എല്ലാം പ്ലാസ്റ്റിക് മുറ അല്ലേ. അപ്പൊ പ്ലാസ്റ്റിക്കിലേക്ക് ഇത് ഇടാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ ഓർത്ത് ഈ പഴയ ഒരു ചീനിച്ചട്ടിയിലേക്ക് അലൂമിനിയം ചീനിച്ചട്ടിയിലേക്ക് ഇതിങ്ങനെ ദേ അങ്ങ് മറച്ചിടാം. ഫോട്ടോ എടുക്കട്ടെ. മറിക്കണം കരിയാതെ. ഞാനിപ്പോ ഇതിനെ പഴയ ഒരു ചീനിച്ചട്ടിയിലേക്ക് അങ്ങ് ഇട്ടു കേട്ടോ. ഇതെങ്ങനെയാന്ന് വെച്ചാൽ ചൂടോടുകൂടി മുറത്തിലിട്ടേ ചേലിമാമയൊക്കെ ഈ കൈ കൊണ്ട് അതിങ്ങനെ തൊലി കളയണം. നമുക്ക് ഈ ചൂട് പറ്റൂല, കൈ കൊണ്ടൊന്നും തൊലി കളയാൻ പറ്റൂല. പിന്നെ ഭയങ്കര ചൂടാണ്. അടുപ്പത്തൊന്നും വാങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ചൂടല്ലേ. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നാന്ന് പറയാം, അതെ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാട്ടെ. എനിക്ക് വിജയിക്കുമെന്നൊന്നും അറിയില്ല. വലിയ ഗുണം പോരാ. അതുകൊണ്ട് പോണില്ല. കൈ കൊണ്ട് തന്നെ മേടിക്കും. അത് വിജയിക്കാതെ ആയപ്പോ തുണിയിലിട്ടിട്ട് ഞരടുക. ചൂടാ, ഭയങ്കര ചൂടാ. കുറച്ചൊക്കെ പോയി കിട്ടും. നോക്കാം നമുക്ക്. അമ്മ ആഞ്ഞിലിക്കുരുവിന്റെ തൊണ്ട് കളയാനായിട്ട് പാറ്റിക്കൊണ്ടിരിക്കുക. പണ്ടൊക്കെ ഈ നെല്ലിലെ കല്ല് കളയാനൊക്കെ ഇതിനകത്ത് ഇട്ടിട്ടായിരുന്നു പാറ്റണത് അല്ലേ. ഈ മുറ അല്ലെന്നോ മറ്റേ മുറ. ഈ പ്ലാസ്റ്റിക് മുറ ഒരു സുഖമില്ല. മറ്റേ മുറ വേണം. വർക്കിന് മറ്റേ മുറ കയറി വരാം. ഇരുട്ടല്ലേ കയറി വരാം. ഇത് കണ്ടോ, നമ്മ കുറേ ഭഗീരഥ പ്രയത്നത്തിന് ശേഷം അതിന്റെ തൊണ്ടൊക്കെ കളഞ്ഞ്
കണ്ടോ ഇപ്പോൾ വൈറ്റ് കളറായി കിട്ടിയില്ലേ. ആദ്യം തൊണ്ട് കളയുമ്പോൾ ഒരു ബ്രൗൺ കളറായിട്ടാണ് കിട്ടുക. ബ്രൗൺ കളറോടുകൂടി നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ കണ്ടോ, ഇതാണ് ആ ബ്രൗൺ കളർ കേട്ടോ. ഇതോടുകൂടി നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ കയ്പ്പായിരിക്കും. അപ്പോൾ ഈ ബ്രൗൺ കളറും കൂടെ കളഞ്ഞു കഴിഞ്ഞാലും അതിനകത്ത് ഒരു വൈറ്റ് കളർ ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ ഈ ശരിക്കും ആ മൂക്കല് പാകം അറിയാൻ പറ്റണം ഒന്നാ. നമുക്കത് എനിക്കത് അത്രയ്ക്ക് കറക്റ്റ് ഒന്നും അറിയില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ കഴിച്ചിട്ടേ ഉള്ളൂ, അങ്ങനെ ഇത് ചെയ്തിട്ടില്ല. പഴയ ആൾക്കാരുള്ളിടത്തല്ലേ ഇതിൻ്റെയൊക്കെ പരിപാടി. ഇതാണ് കറക്റ്റ് ഫോം ഇത് കഴിക്കാനായിട്ട് കേട്ടോ. ഈ ബ്രൗൺ കളറിലുള്ള തൊണ്ട് കളയണം, അപ്പോൾ ഇത് വൈറ്റ് കളറായിട്ട് കിട്ടും. ഇത് തന്നെ കറക്റ്റ് ഫോമാണ് കഴിക്കാൻ. കുറച്ചൊക്കെ കിട്ടി, കുറച്ചൊക്കെ ഞാൻ നല്ല ടേസ്റ്റ് കേട്ടോ. കുറച്ച് ഞാൻ കളഞ്ഞു എന്ന് വെച്ചാൽ ശരിയാവണില്ലായിരുന്നു. അതുകൊണ്ട് മൂപ്പ് പാകമല്ല കേട്ടാണ്. ഞാൻ ശരിക്കും മൂപ്പാണെങ്കിലേ മുറത്തിലിട്ടിങ്ങനെ ഈ പണ്ടത്തെ മുറയില്ലേ, പ്ലാസ്റ്റിക് അല്ല മറ്റേ മുറത്തിലിട്ട് അങ്ങ് ഉരുമിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് 2 തരം തൊലി അങ്ങ് മാറിക്കിട്ടും. എലിമാമയ്ക്ക് അങ്ങനെ ചെയ്തോടുന്നത്. പക്ഷെ ഞാൻ ചെയ്തിട്ടത് അത്ര പെർഫെക്റ്റ് ആയില്ല. ഗുഡ് മോർണിംഗ് സൺഡേ. അപ്പോൾ ശനിയാഴ്ചത്തെ കാര്യങ്ങൾ കണ്ടല്ലോ അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും നൊസ്റ്റാൾജിയ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സൺഡേ എന്നത്തെയും പോലെ ഇന്നും പാലപ്പവും ബീഫ് പെരളനുമാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. അന്ന് ഈസ്റ്ററിന് പാലപ്പം ഉണ്ടാക്കിയതിന് ശേഷം കണ്ടിന്യൂസ് കുറേ ദിവസം ഉണ്ടാക്കി. കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു പലഹാരമാണ്, അല്ലെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് പാലപ്പം എന്ന് പറഞ്ഞാൽ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ പാലപ്പമാണ്. അപ്പോൾ ഇത് വേഗം കഴിച്ചിട്ട് ഇനി ഒത്തിരി കാഴ്ചകൾ നമ്മൾക്കായിട്ട് കാത്തിരിപ്പുണ്ട് കേട്ടോ. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ അങ്ങനെ ഇന്ന് സൺഡേ ആയി. അപ്പോൾ ഇന്നലെ റാൻഡം വ്ളോഗ് എടുത്തോണ്ടിരുന്നപ്പോൾ പറഞ്ഞില്ലായിരുന്നു ഇന്ന് സൺഡേയിലത്തെ കുറച്ച് വിശേഷങ്ങൾ കൂടെ കാണിക്കാമെന്ന്. ഇന്നത്തെ ഒരു പ്രധാന വിശേഷം എന്ന് പറയുന്നത് ഇന്ന് രാവിലെ തന്നെ നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പോവാണ്. എന്താ ഗ്രില്ല് ചെയ്യാൻ പോകുന്നത്? നമ്മുടെ ഫിഷാണ് ഇന്ന് ഗ്രില്ല് ചെയ്യാൻ പോകുന്നത്. ബാർബക്യൂ മോഡൽ ഗ്രില്ലിംഗ് ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇന്നിവിടെ ചെയ്യുന്നത്. അപ്പോൾ ചിരട്ടയൊക്കെ നമുക്ക് പൊട്ടിക്കണം. ഗ്രില്ല് ചെയ്യാനായിട്ടുള്ള സാധനമൊക്കെ ദേ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അടുപ്പ് അവിടെ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ബാക്കി കാഴ്ചകൾ വഴിയെ കാണാം. ഇതാണ് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ്. നല്ല യമ്മി ആയിട്ടില്ലേ, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് വഴിയെ ഓരോ കാഴ്ചകൾ കാണിക്കാം കേട്ടോ. കത്തി തുടങ്ങിയോളൂ, ഒന്നും ആയിട്ടില്ല. കനലുണ്ടാക്കുന്ന പുറപ്പാട് കണ്ട. നമ്മൾ ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ കണ്ട. നല്ല അസലായിട്ട് ഫിഷ് നല്ല വെന്തോണ്ടിരിപ്പുണ്ട്. ഡീറ്റെയിൽഡ് വീഡിയോ ഇതിൻ്റെ തന്നെ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ജസ്റ്റ് വ്ളോഗിൽ എടുത്തുന്നേ ഉള്ളൂ. അടിപൊളിയായിട്ടുണ്ട് സംഭവം, നല്ല സ്മെല്ലുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രില്ല് ചെയ്തിട്ടുള്ള ഫിഷ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ, അത്രയും ടേസ്റ്റി ആയിരുന്നു. ചിക്കൻ ഒരു തവണ ഗ്രില്ല് ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് അതിനേക്കാളും ഒത്തിരി ഇഷ്ടപ്പെട്ടത് ഫിഷ് ഗ്രില്ല് ചെയ്തിട്ടുള്ളതാണ്. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഇത് കാളാഞ്ചി മീനായിരുന്നു കേട്ടോ. മീനിൻ്റെയൊക്കെ പ്രത്യേകത കൊണ്ടായിരിക്കാം ചിലപ്പോൾ, അതുപോലെ മാരിനേറ്റ് ചെയ്ത കൂട്ടിൻ്റെയും ഒക്കെ നല്ല ഒരു പ്രത്യേക സ്വാദായിരുന്നു. നിങ്ങളെല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ്. ഇതിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്രയും ഡെലീഷ്യസ് ആയിട്ടുള്ളൊരു ഡിഷാണ്. എത്ര പറഞ്ഞാലും ഇതിനെപ്പറ്റി മതിയാവില്ല. കാരണം ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ഓയിൽ ഒട്ടും നമ്മൾ യൂസ് ചെയ്യാതെ നമ്മൾ കനലിൽ ചുട്ടെടുക്കുന്ന ടേസ്റ്റ് അല്ലേ പരമ്പരാഗതമായ രീതിയിൽ. അതിൻ്റെതായ രുചി തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ തമ്പനയിലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പല പോസുകൾ നോക്കുന്നതാട്ടോ. അപ്പോൾ മറ്റേ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടേ. അപ്പോൾ നമ്മുടെ ലൈവ് തുടങ്ങാൻ പോവാണ്. സമയമായിട്ടില്ല, 3:30 ആവുന്നതേ ഉള്ളൂ. അപ്പോൾ ലൈവ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കുക. ഇത് നമ്മുടെ 2 ബംഗനപ്പള്ളി മാംഗോയാണ് കേട്ടോ. മാംഗോ പുട്ടല്ലേ നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബംഗനപ്പള്ളി 2 മാങ്ങയാണ്. പിന്നെ ഇവിടെ എന്താ ഇരിക്കുന്നത്? ഇതിൻ്റെ വല്ല ആണോ? തേങ്ങ ചിരണ്ടിയതൊക്കെ ഇരിക്കണം കേട്ടോ. പിന്നെ പുട്ടുണ്ടാക്കാനുള്ള സംഭവമൊക്കെ ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. അമ്മ മേക്കപ്പ് ചെയ്യാൻ പോയേക്കാണ്. മേക്കപ്പ് അല്ല, ജസ്റ്റ് ഒന്ന് റെഡി ആവുക അത്രേ ഉള്ളൂ, ഒരു ഫ്രഷ് ആവുക അത്രേ ഉള്ളൂ. അരിപ്പൊടിയൊക്കെ ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. ഇനി നമുക്ക് ലൈവില് കാണാം. അമ്മ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. മാങ്ങ ചെത്തിക്കൊണ്ട് വരട്ടെ. അതെ അതെ അതെ, ഒരെണ്ണം ചെത്തി എടുക്കണം, ഒരെണ്ണം ലൈവിൽ ചെത്താം. അപ്പൊ അതൊക്കെയാണ് പരിപാടികൾ. മാംഗോ ചിത്രം വേണ്ട. മാംഗോ കണ്ടിട്ട് ആർക്കൊക്കെയാ കൊതിയാവണേ? മാംഗോ സീസണിൽ മാംഗോ ഒക്കെ എല്ലാവർക്കും കിട്ടിയോ? ഉണ്ടാക്കിയ മാംഗോ പുട്ടിരിപ്പുണ്ട്. ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ ലൈവിൽ വന്നവരൊക്കെ കണ്ടിട്ടുള്ളതാണ്. നല്ല സൂപ്പർ യമ്മി പുട്ടാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. നല്ല മധുരമുള്ള മാംഗോ, നാരില്ലാത്ത മാംഗോ എടുക്കാൻ ശ്രമിക്കണം. നല്ല യമ്മി ആയിട്ടുള്ള പുട്ടാണ്. ഇതുപോലെ കിട്ടി. ഇത് കളറൊന്നും നമ്മൾ ചേർത്തിട്ടില്ല, അരിപ്പൊടി തന്നെയാണ് ചേർത്തിരിക്കുന്നത്.
മാംഗോ പ്യൂരി വെച്ചിട്ടാണ് ഈ അരിപ്പൊടി മിക്സ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനകത്ത് യെല്ലോ കളർ ഫീൽ ചെയ്യുന്നത് കേട്ടോ. അതെ, മാംഗോ സ്ലൈസ് ഉണ്ട്. ഈ പുട്ടിൻ്റെ ഇടയ്ക്കും ഇതിൻ്റെ ഇടയ്ക്കൊക്കെ മാംഗോ സ്ലൈസസ് ഇട്ടിട്ടുണ്ട്. കണ്ടോ, ഇവിടെയൊക്കെ മാംഗോ സ്ലൈസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അതാണ് നിങ്ങൾക്ക് ഇടയിൽ കാണാൻ പറ്റുന്നത്. നല്ല യമ്മി പുട്ടാണ്. യു ഗൈസ് ഷുഡ് ഡെഫിനറ്റ്ലി ട്രൈ ദിസ്. എന്തായാലും ഇഷ്ടപ്പെടും. വൈകിട്ടത്തേക്കുള്ള ഒരു അടിപൊളി സ്റ്റൂവിന്റെ പ്രിപ്പറേഷനാണ് നമ്മൾ ഇവിടെ ഇന്ന് ചെയ്യുന്നത്. അത് ഞാൻ 2 മുട്ട എടുത്ത് പുഴുങ്ങാനായിട്ട് ഇടുവാണ്. അതെ, അപ്പോൾ വെള്ളത്തിലേക്ക് ഇട്ടു. അപ്പോൾ ഞാൻ ഇച്ചിരി കല്ലുപ്പിടും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ കറികളിൽ മുട്ടക്കറിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് മുട്ട പൊട്ടി പോകാതിരിക്കാൻ. അപ്പം അത് ഉപ്പിട്ട് പുഴുങ്ങിക്കഴിഞ്ഞാൽ പൊട്ടില്ല. അപ്പം ഇനി പുഴുങ്ങി കഴിയുമ്പോൾ നമുക്ക് മാറ്റാം കേട്ടോ. മാറ്റാം. ഇത് കണ്ടിട്ട് എന്താണെന്ന് നൊസ്റ്റാൾജിയ വന്നവരുണ്ടോ? ഇനി ചോദിക്കുന്നില്ല, കാരണം ഇന്നലെ നമ്മൾ വീഡിയോയിൽ ഇത് വറുത്തതൊക്കെ കണ്ടതാണല്ലേ. നമ്മുടെ ഭയങ്കര നൊസ്റ്റു ആയിട്ടുള്ള ആഞ്ഞിലിക്കുരുവാണിവൻ. എന്ത് രസമാണ് ഈ ആഞ്ഞിലിക്കുരു വറുത്തതൊന്നും. ഞാനങ്ങനെ ചെറുപ്പത്തിൽ വളരെ കുറച്ച് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. എൻ്റെ അമ്മയുടെയൊക്കെ ചെറുപ്പ കാലഘട്ടത്തിലായിരുന്നു ഈ ആഞ്ഞിലിക്കുരു വറുത്തത് സ്ഥിരം കഴിച്ചുകൊണ്ടിരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ വറുത്ത് കഴിക്കുന്ന സാധനങ്ങളും സ്നാക്സും ഒക്കെ ഭയങ്കര കുറവാണ്. അന്നത്തെ കാലഘട്ടത്തിൽ ഈ പട്ടാണി പയറുണ്ടാവും, പീസ് വറുത്തതുണ്ടാവും, പിന്നെ ഈ ആഞ്ഞിലിക്കുരു വറുക്കും. ഇതൊക്കെയാണ് പണ്ടത്തെ നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞാൽ. അന്ന് ഇതൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇത് പലരും കഴിച്ചിട്ടുണ്ടാവില്ല. ഒരു 80s അല്ലെങ്കിൽ കൂടി വന്ന 90s പിള്ളേരൊക്കെ ആയിരിക്കും കഴിച്ചിട്ടുണ്ടാവുക. അതിനുശേഷം 2000 ശേഷമൊന്നും ഇത് പലരും അങ്ങനെ കണ്ടിട്ടുകൂടി ഉണ്ടാവില്ല. അപ്പോൾ പണ്ടത്തെ കാലഘട്ടത്തിൻ്റെ ഒരു ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഈ ആഞ്ഞിലിക്കുരു വറുത്തത്. അപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഞാൻ എന്തായാലും കഴിക്കട്ടെ. എന്തായാലും അമ്മ ഇത് ഭയങ്കര ഭഗീരഥ പ്രയത്നം നടത്തി വറുത്ത് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു വെച്ചേക്കാണ്. അപ്പോൾ നമ്മൾ എന്തായാലും കഴിക്കണ്ടേ. ഇതാണ് നമ്മുടെ ആഞ്ഞിലിക്കുരു. ഇതിങ്ങനെ ഇതും ഒരു നൊസ്റ്റാൾജിയുടെ ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് മൊത്തം ഒരു നൊസ്റ്റാൾജിയായി മാറിയെന്ന് തോന്നുന്നു. കണ്ടോ, ഇരുമ്പുംപുളി മരത്തിൽ ഇരുമ്പുംപുളി ഉണ്ടായി കിടക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ ഈ ഇരുമ്പുംപുളി മരത്തിനൊരു ചരിത്രമുണ്ട് കേട്ടോ. നമുക്ക് വീട്ടിൽ ശരിക്കും 3 ഇരുമ്പുംപുളി മരമുണ്ട്. ഒരെണ്ണം എൻ്റെ ഗ്രാൻഡ് മദറായിട്ട് നട്ടത്, ഇത് ഞാൻ നട്ടത്, അതിൻ്റെ അപ്പുറത്തെ വശത്ത് അമ്മ നട്ട ഇരുമ്പുംപുളി മരമുണ്ട്. അപ്പോൾ 3 ജനറേഷൻസിൻ്റെ ഇരുമ്പുംപുളി മരമാണ് നമ്മുടെ വീട്ടുമുറ്റത്തുള്ളത്. എല്ലാം ഇതുപോലെ പൂത്തുലഞ്ഞ് കായ്ച്ച് നിൽക്കുന്നുണ്ട്. നല്ല രസം. അതിങ്ങനെ പൂത്തുലഞ്ഞ് ഇങ്ങനെ കാഴ്ച നിൽക്കുന്ന കാഴ്ച കാണാൻ നല്ല രസം. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വ്ളോഗ്. ശരിക്കും പറഞ്ഞാൽ ലൈവിന് മുമ്പത്തെ കുറച്ച് കാഴ്ചകളും കുറച്ച് നൊസ്റ്റാൾജി ഉണർത്തുന്ന കാഴ്ചകളൊക്കെ ക്ലബ് ചെയ്ത് ഒരു റാൻഡം വ്ളോഗായിട്ട് ചെയ്തതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ മാംഗോ പുട്ടുണ്ടല്ലോ, ശരിക്കും തേനൊഴിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഡെലീഷ്യസ് ആയിരിക്കും. പ്രത്യേകിച്ച് മാംഗോയ്ക്ക് മധുരം കുറവാണെങ്കിൽ നല്ല സൂപ്പർ യമ്മി ടേസ്റ്റാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വേഗം തന്നെ ലൈക്ക് ചെയ്യുക. ഫാമിലിക്ക്, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, സീ യു.